സ്വന്തമായിട്ട് ഒരു ബിസ്ക്കറ്റ് കമ്പനി തുടങ്ങണം എന്നുള്ളതായിരുന്നു നായകന്റെ ഏറ്റവും വലിയ സ്വപ്നം. അതിനയാൾ ദാക്ഷായണി ബിസ്ക്കറ്റ് എന്ന് പേരിട്ടു. കമ്പനി തുടങ്ങുവാൻ അയാൾ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി നടന്നു. ISI മുദ്ര കാണിക്കണം എന്നാവശ്യപ്പെട്ട സർക്കാർ ജീവനക്കാരനെ നായകന്റെ അളിയൻ നല്ല കണക്കിന് തല്ലി. അത് നാട്ടിൽ ഭയങ്കര വിഷയമായി. ഇതോടെ തഹസീൽദാർ അനുമതി കൊടുക്കില്ല എന്ന കാര്യം ഉറപ്പായി. തുടർന്ന് നായകൻ തൻ്റെ കൂട്ടുകാരനെ വിളിച്ചു വരുത്തി അയാൾ വഴി ചോദിച്ച് തഹസീൽദാരുടെ വീട്ടിലെത്തി. അപ്പോൾ തഹസീൽദാറിന്റെ നൈറ്റി എടുത്തിട്ട് പ്രശ്നമുണ്ടാക്കി. തുടർന്ന് നോവലിസ്റ്റായ സുഹൃത്ത് തഹസീൽദാരെ കുറിച്ച് ഇല്ലാത്ത ഒരു കഥ എഴുതുവാൻ തുടങ്ങി. ഒരു ഗസറ്റഡ് യക്ഷി എന്നുള്ള പേര്. ആ സിനിമ തിയേറ്ററിൽ റിലീസായ ശേഷമാണ് തൻ്റെ തിരക്കഥ മോഷ്ടിക്കപ്പെട്ടു എന്ന സത്യം അയാൾ തിരിച്ചറിയുന്നത്. ഞാൻ പറയാം കഥ മോഷ്ടിച്ച സുഹൃത്ത് അവരുടെ സൂപ്പർ സ്റ്റാറായി മാറി. എങ്കിലും നായകൻ തൻ്റെ സിനിമ എന്ന ലക്ഷ്യത്തിലേക്കുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ഒപ്പം ആ BGM സിനിമ